ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കേരള പി എസ് സിയുടെ ഏജ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. ഐ+ തന്നെ പല വീഡിയോകളായിട്ട് ഇതിന് മുൻപും വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ടെക്നിക്കൽ മേഖലയിൽ, അതായത് കേരള പി എസ് സിയുടെ ടെക്നിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങളിൽ ഏതൊക്കെ പോസ്റ്റുകളിലാണ് ഈ ഒരു തീരുമാനം ബാധകമാവുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി നമ്മളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും 40 വയസ്സിലേക്ക് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ പല പോസ്റ്റുകൾക്ക് ഓൾറെഡി 40 ആയിരുന്നല്ലോ സാറേ എന്ന് പറയും, അല്ലേ? ആയിരുന്നു പല പോസ്റ്റുകൾ, പ്രത്യേകിച്ചും അധ്യാപക തസ്തികയിലുള്ള പോസ്റ്റുകൾ. ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് യൂഷ്വലി 39 വയസ്സെന്നാണ് തൊട്ട് മുന്നത്തെ നോട്ടിഫിക്കേഷനുകളിലൊക്കെ 39 വയസ്സായിരുന്നു ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ്. പിന്നീട് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഐ ടി ഐകളിൽ അധ്യാപകരാവാനുള്ള തസ്തികയുടെ ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിക്ക് എത്രയായിരുന്നു? 44 ആയിരുന്നു കേട്ടോ. ശരിക്കും 44 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിലൊന്നും മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല, അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ പോളി ലെക്ചറർ ആണെങ്കിലും നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിൽ പല കെമിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കലൊക്കെ ആണെങ്കിലും അത് 39 ആയിരുന്നു അതിൻ്റെയും ഏജ് ലിമിറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അധ്യാപക തസ്തികകളെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെ നിൽക്കും, അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ മറ്റ് തസ്തികകൾ, നമ്മൾ യൂഷ്വലി മറ്റ് തസ്തികകളൊക്കെ 36 വയസ്സായിരുന്നു, അത് ജനറൽ കാറ്റഗറിക്ക് 40 വയസ്സായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ OBC ആണെങ്കിൽ 43, SC/ST ആണെങ്കിൽ 45 അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലാണ് ഇൻക്രീസ് വരാൻ സാധ്യതയുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകൾ നമുക്കറിയാം. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എന്നൊക പറഞ്ഞ് പല വിങ്ങുകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ വിളിക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു മാറ്റം. 36 വയസ്സിൽ നിന്ന് ജനറൽ കാറ്റഗറിക്ക് അത് എത്രയിലേക്ക് മാറി? 40 വയസ്സിലേക്ക് മാറി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ വർഷം വിളിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണെങ്കിൽ 2/1/1986 ഇതിനുശേഷം ജനിച്ച ആളുകൾക്കൊക്കെ, ഈ തീയതി ഉൾപ്പെടെ ഇതിനുശേഷം ജനിച്ച ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നേരത്തെ ആണെങ്കിൽ, അതായത് ഈ തീരുമാനം വരുന്നതിന് മുന്നേ ആണെങ്കിൽ 90 ശേഷം 2/1/1990 ശേഷം ജനിച്ച ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് 86 കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3-4 വർഷം കിടക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലേ? നിങ്ങൾ PSCയിൽ നിന്ന് ഔട്ടായിട്ടുണ്ട് എന്ന് കരുതി, PSCയുടെ പ്രായം കഴിഞ്ഞെന്ന് കരുതി ഇനി നമുക്കൊരു സർക്കാർ ജോലിയിലേക്ക് പ്രതീക്ഷയില്ലെന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അവർക്കൊക്കെ അത് പുതിയൊരു ഈ തീരുമാനം വഴി ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുക. പിന്നെ ഓവർസിയർ പോസ്റ്റുകൾ, നമുക്കറിയാം ഓവർസിയർ ഗ്രേഡ് 1, 2, 3 ഒക്കെ വിളിക്കാറുണ്ട്. ഓവർസിയർ, ഡ്രാഫ്റ്റ്സ്മാൻ എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകൾ വിളിക്കാറുണ്ട്. അത് സിവിലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിലൊക്കെ 40 വയസ്സായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷയിലേക്ക് 40 വയസ്സായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അതും 40 വയസ്സായിട്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അത് 36 ആയിരുന്നു, അത് പക്ഷേ 40 വയസ്സിലേക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കുറേ പേർക്കുള്ള സംശയമായിരുന്നു, നമ്മുടെ സബ് ഇൻസ്പെക്ടർ പോലുള്ള പോലീസ് SI പോലുള്ള പരീക്ഷകൾക്ക് 31 വയസ്സായിരുന്നു. പക്ഷേ AMVAക്ക് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ 36 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 40ലേക്ക് ഇൻക്രീസ് ചെയ്യും. അത് വലിയൊരു മാറ്റമാണ്. ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ വർക്ക് സൂപ്രണ്ട് പോസ്റ്റുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഇടയ്ക്ക് വരാറുണ്ട്. ലൈൻമാൻ പോസ്റ്റുകൾ, അതുപോലെ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പോസ്റ്റുകൾ, അങ്ങനെയുള്ള, ഞാനിത് കുറച്ചേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, ഇനി ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെയുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? 40 വയസ്സിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം ടാപ്പ് ചെയ്യുക. ഇതിനുള്ള എല്ലാ പ്രയോജനവും നിങ്ങൾ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ ഒരു ഏജ് ലിമിറ്റിൽ ഇൻക്രീസ് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ PSCയുടെ യോഗ തീരുമാനം വന്ന ശേഷമേ അറിയുള്ളൂ. അതായത് നിലവിൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷനുകൾ മുതലാണോ ഇത് ബാധകമാക്കുക, അതോ തൊട്ട് മുന്നേ ഡിസംബറിലൊക്കെ കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു, അതിനിത് ബാധകമാക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ PSC പറയണം. എനിവേ എന്താണെങ്കിലും ഈ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഐ+ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പുതിയൊരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.